ഞാൻ കാട്ടുമൂപ്പൻ. അത് ഈ വാലും കൊമ്പുള്ള ഒരു സാധനമല്ലേ? അത് കാട്ടുമാക്കാൻ, ഞാൻ കാട്ടുമൂപ്പൻ. കാട്ടുമൂപ്പൻ എന്താണ് കാട്ടിക്കാര്യം? പിന്നെ ഞാൻ ഈ ഡ്രസ് വിട്ടുകൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാൻ പറ്റുമോ? എനിക്ക് കാട്ടിലാവുക പരിപാടി. അത് പിന്നെ ശരിയല്ലേ? പിന്നെ എന്താ ചോദ്യം ഈ ചോദിക്കുന്നത്? അവര് കാട്ടിലല്ലേ ജീവിക്കേണ്ടത്? രാജൻ, എനിക്കൊരു പരാതി ഉണർത്താനുണ്ട്. അതെന്തോടെ ഇത്രയും നാൾ ഇയാളെ പരാതി ഉറങ്ങിക്കിടക്കുവായിരുന്നു? ഒറ്റ കുത്തിയാകുമ്പോ എനിക്കൊരു പരാതി പറയാനുണ്ടെന്ന്. എന്നാ പറയൂ. ഞങ്ങൾ ഈ കാട്ടിലൊക്കെ ഉണ്ടല്ലോ ഏലവും കുരുമുളക് ഇഞ്ചിയും ഒക്കെ കൃഷി ചെയ്താ ഞങ്ങൾ ജീവിക്കുന്നത്. അതെന്തിനാണ് കാട്ടിക്കൊണ്ടൊന്ന് കൃഷി ചെയ്തത്? പിന്നെ ഞാൻ കാടിനടുക്ക് ലുലുമായിട്ട് കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വില വേണം. തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട്. ഒരെണ്ണത്തിന് 40 രൂപ. ഇവനെ കുന്തം വെച്ചോർ ഒറ്റ അടിയാൻ പറ്റും. അതല്ലെന്ന്, ഞങ്ങൾക്ക് വില കിട്ടണമെന്ന്. പറയൂ, എന്തൊക്കെയാണ് വേണ്ടത്? എനിക്ക് ഒരു നിബന്ധന ഉണ്ടെന്ന് വെച്ചാൽ, കാടിന്റെ നടുക്കൂടെ നമുക്ക് ബസ് റൂട്ട് ഉണ്ടാക്കണം. നടക്കത്തില്ല. ടിഷ്യൂ വേണോ, ഡിസ്കു വേണോ, ഡിസ്കണ വേണോ? ഞാൻ പറയാം, ഡിഷ്കണ. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാവോ? എന്തുവാ? അതായത് ഇവിടെ ബസ് വന്നാൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. രണ്ടാമത്തെ നിബന്ധന എന്നറിയാവോ? എല്ലാ വീടുകൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ശുചിമുറികൾ വേണം. റാണി, എത്രയും വേഗം ഈ കാര്യം നിന്റെ അച്ഛനെ വിളിച്ചറിയിക്കൂ. എന്തിനാണ് രാജൻ? കാട്ടിലുള്ളവർ തന്നെ ശുചിമുറി തേടി പോകുന്നു. അപ്പോൾ നാട്ടിലുള്ള നിന്റെ അച്ഛൻ കാട് കയറുന്നു.